ഖലിസ്ഥാനികളുടെ വിളയാട്ടം തുടരുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കാനഡ, ബ്രിട്ടൻ, അമേരിക്ക എന്നിവയ്ക്ക് ശേഷം ഇപ്പോൾ യൂറോപ്പിലെ ഇന്ത്യൻ എംബസി ഇപ്പോൾ ഖലിസ്ഥാൻ വാദികൾ ആക്രമിച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ക്രൊയേഷ്യയിലെ ഇന്ത്യൻ എംബസിക്ക് നേരെ ഖലിസ്ഥാനി ആക്രമണം വന്നിരിക്കുന്നു. കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതുവരെ സജീവമായിട്ടുള്ള ഖലിസ്ഥാനി അനുകൂലികൾ ഇപ്പോൾ കിഴക്കൻ യൂറോപ്പിലും തങ്ങളുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ക്രൊയേഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള സാഗ്രബിലെ ഇന്ത്യൻ എംബസി ഖലിസ്ഥാനി തീവ്രവാദികൾ തകർത്തതായിട്ടുള്ള ഞെട്ടിക്കുന്ന ഒരു സംഭവം പുറത്തു വന്നു. ഈ സംഭവത്തെ തുടർന്ന് ഇന്ത്യൻ സർക്കാർ കണ്ണടച്ച് ക്രൊയേഷ്യൻ സർക്കാരിനോട് ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള സിക്സ് ഫോർ ജസ്റ്റിസ് അതുമായി ബന്ധപ്പെട്ട ചില സാമൂഹിക വിരുദ്ധർ സാഗ്രബയിലെ ഇന്ത്യൻ എംബസിയുടെ സുരക്ഷ ലംഘിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ആക്രമികൾ എംബസി വളപ്പിൽ പ്രവേശിക്കാൻ ശ്രമിക്കുക മാത്രമല്ല, എംബസിയിലുള്ള ഓരോരോ വസ്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തു. പോരാത്തതിന് എംബസിയുടെ ചുമരുകളിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചതായും ഇന്ത്യ ത്രിവർണ്ണ പതാക നീക്കം ചെയ്ത് ഖലിസ്ഥാൻ പതാക സ്ഥാപിക്കാൻ ശ്രമിച്ചതായും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. സംഭവത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിക്കുകയും ഈ ഗുരുതരമായിട്ടുള്ള വിഷയം ന്യൂഡൽഹി, സാഗ്രബ് തലങ്ങളിൽ ക്രൊയേഷ്യൻ അധികാരികൾക്ക് മുന്നിൽ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട്. ഈ ദുരുദ്ദേശപരമായിട്ടുള്ള പ്രവൃത്തിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾക്കെതിരെ അടിയന്തരവും കർശനവുമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. കൂടാതെ വിയന്ന കൺവെൻഷന്റെ നിയമങ്ങൾ അനുസരിച്ച് അനുമതിയില്ലാതെ ഏതെങ്കിലും നയതന്ത്ര പരിസരത്ത് പ്രവേശിക്കുന്നത് പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്നും അത്തരം സ്ഥലങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ആതിഥേയ രാജ്യത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് എന്നും ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഖലിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും കാനഡ, അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ 5 ഐസ് രാജ്യങ്ങളിൽ മാത്രമായിരുന്നു എന്നതിനാൽ ഈ സംഭവം കൂടുതൽ ഗൗരവമുള്ളതായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ ക്രൊയേഷ്യ പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ ആക്രമണങ്ങൾ ഈ തീവ്രവാദ സംഘടന പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. എന്തായാലും ജനുവരി 26 മുമ്പുള്ള ഒരു ഗൂഢാലോചന ഇപ്പോൾ പുറത്തുവന്നു. ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമെന്നത് എടുത്തു പറയേണ്ടതാണ്. അതിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളും പങ്കെടുക്കും. അത്തരമൊരു സാഹചര്യത്തിൽ SFJ മേധാവി പന്നു തന്റെ സഹപ്രവർത്തകരെ ഇന്ത്യക്കെതിരായ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ആക്രമണം നടത്താൻ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.